കഴിഞ്ഞ ദിവസം ചന്ദ്രോത്ത് പോയി ഓരോന്ന് സംസാരിച്ച കൂട്ടത്തിലാണ് അറിഞ്ഞത് അരുന്ധതിയുടെ മകനെ കാണാനില്ല എന്നുള്ള കാര്യം. അരുന്ധതി ചന്ദ്രോത്തി എന്നൊന്നും കുറച്ചൊക്കെ ബഹളം വെച്ചു എന്ന് പറഞ്ഞു. അല്ല, എനിക്കത് മനസ്സിലാവും. ഒരു മകനെ കാണാതായ അമ്മയുടെ വെപ്രാളമൊക്കെ ഊഹിക്കാൻ കഴിയുമല്ലോ. ആ, മുൻപ് ഋഷിയെ കണ്ടെത്താൻ MLA എന്നുള്ള നിലയിൽ ദേവി ഇടപെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അന്വേഷണം മുന്നോട്ട് പോയില്ലേ? ഏത് അന്വേഷണവും തടയാൻ ശക്തരായവര് ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ സർ. ഏയ്, ഞാനങ്ങനെ കരുതുന്നില്ല. അവരെല്ലാവരും അരുന്ധതിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഋഷിയെ എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് അവർ പറയുന്നത്. ദേവികയ്ക്കാണെങ്കിൽ ഋഷി ഒരു സഹോദരനെ പോലെയാണല്ലോ. ആ, അരുന്ധതിക്ക് നീതി കിട്ടുക എന്നുള്ളത് ഇപ്പം എൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരത്യാവശ്യ സമയത്ത് നന്ദനും ദേവികയ്ക്കും ജോലി കൊടുത്ത് സഹായിച്ചത് അരുന്ധതിയല്ലേ. ഈ കേസിൽ ഞാനൊന്ന് ഇടപെടട്ടെ. പ്രധാനമന്ത്രിക്ക് തന്നെ പരാതി അയക്കാം, അല്ലെങ്കിൽ ഒരു കത്ത് കൊടുക്കാം. ഞാൻ സഹായിക്കാമെന്നേ. എന്താ അരുന്ധതിക്കൊരു ബുദ്ധിമുട്ട് പോലെ? ഓ, ഒരു പരിചയമില്ലാത്ത ഞാൻ ഈ കേസിൽ ഇടപെടുന്നതുകൊണ്ടായിരിക്കും അല്ലേ? ഉന്നതങ്ങളിലൊക്കെ നല്ല പിടിയുള്ള ആളല്ലേ അരുന്ധതി. അന്വേഷണം കുറച്ചുകൂടി സജീവമാക്കാമായിരുന്നില്ലേ? PM-ന് നേരിട്ടോ കേന്ദ്രമന്ത്രിമാർക്കൊക്കെയോ നേരിട്ട് പരാതി കൊടുക്കാമായിരുന്നല്ലോ. അല്ല, അത് ഇവിടുത്തെ അന്വേഷണം നടക്കുകയല്ലേ. അങ്ങനെ തണുപ്പൻ രീതിയിൽ കൈകാര്യം ചെയ്താൽ മതിയോ? സ്വന്തം അങ്ങനെയല്ലേ കാണാതായത്? അതെ, എനിക്കറിയാം. പ്രഭ പറഞ്ഞ അത്ര ടെൻഷനൊന്നും ഇപ്പോൾ അരുന്ധതിയിൽ കാണുന്നില്ലല്ലോ. നമ്മുടെ ടെൻഷനും വിഷമമൊക്കെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ സാർ. അത് ശരിയാ. അമ്മമാരുടെ വിഷമം അവർക്കല്ലേ മനസ്സിലാവൂ. എന്തായാലും ഈ കേസിൽ ഞാൻ ഇടപെടട്ടെ. അരുന്ധതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സാറ് സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അരുന്ധതി ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസം? അതെ. ചിലപ്പോൾ എല്ലാവരെയും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഋഷി ഒന്ന് മാറി നിൽക്കുന്നതാവും. അരുന്ധതി ടെൻഷനാവണ്ട, ആള് തിരിച്ചു വരുമെന്ന് പറയുകയായിരുന്നേ. അപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ ഒരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യാം.